ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ലെമൺ ക്രിയേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സംഖ്യാലോകം അഥവാ നമ്പേഴ്സ് വേൾഡ് എന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. സ്ഥാനവില അനുസരിച്ച് സംഖ്യകളെ വായിക്കുന്നത് എങ്ങനെയെന്ന്. അതനുസരിച്ച് നമ്മളൊരു 9 അക്കം വരെ വരുന്ന സംഖ്യകളെ വായിക്കാൻ ഇപ്പം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെയുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. എത്ര വലിയ സംഖ്യയെ വേണമെങ്കിലും നമുക്ക് കോമയിട്ട് അതിൻ്റെ സ്ഥാനവിലകൾ അനുസരിച്ച് അതിൻ്റെ പ്ലേസ് വാല്യൂ കണ്ട് ആ സംഖ്യയെ വായിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ഥാനവില കണ്ട് ഒരു വലിയ സംഖ്യയെ വായിക്കാൻ പ്രാപ്തരായിട്ടുള്ള കുട്ടികളാണ് അല്ലേ? ഇത് ഞാനൊരു കണക്കിലൊരു ചെറിയ കളി നമുക്ക് കളിക്കാം. റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ ഈ കളിക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ചെറിയ പസിലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളപ്പോൾ മനസ്സിൽ ചെയ്തു പോകണം. ഇനി അല്ല ബുക്കും പേപ്പറിലുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ബുക്കും പേപ്പർ എഴുതി ഗുണിക്കണം, അല്ലെങ്കിൽ ഗുണിക്കാനുള്ളവർക്ക് ബുക്കും പേപ്പറും വേണമെന്നുള്ളവർ അതെടുത്ത് ചെയ്തോളുക. അല്ല മനസ്സിൽ ഗുണിക്കാൻ കഴിയുമെന്നുള്ളവർ അങ്ങനെ ഗുണിക്കുക. എന്തായാലും നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് മുമ്പിൽ വെച്ചോളൂ. ഓക്കെ, റെഡിയാണോ? എന്നാൽ നമുക്ക് നോക്കാം. നിങ്ങൾ 10ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ, ഇഷ്ടമുള്ളൊരു സംഖ്യ മനസ്സിൽ വിചാരിക്കും. 10ൽ താഴെയുള്ള ഇഷ്ടമുള്ള ഒരു സംഖ്യ വിചാരിച്ചോ? ഓക്കെ, ആ സംഖ്യയോട് 1 കൂട്ടുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സംഖ്യയോട് 1 കൂട്ടുക. എത്രയാണെന്ന് പറയണ്ട, നിങ്ങൾ മനസ്സിൽ കൂട്ടിയാൽ മതി. ഇപ്പം നിങ്ങൾക്കൊരു സംഖ്യ കിട്ടിയല്ലോ. ഓക്കെ, ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ കിട്ടിയ സംഖ്യ ഇൻറ്റു 3 ചെയ്തോ? ഇപ്പം നിങ്ങൾക്ക് ഒരു 2 അക്ക സംഖ്യ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഒരക്ക സംഖ്യയോ 2 അക്ക സംഖ്യയോ ഏതും ആയിക്കോട്ടെ, കൂടുതൽ ആൾക്ക് 2 അക്ക സംഖ്യ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു സംഖ്യ കിട്ടിയല്ലോ. ആ സംഖ്യയെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക. ഇപ്പം കിട്ടിയ സംഖ്യയെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക. എഴുതി ഗുണിക്കേണ്ടവർ എഴുതി ഗുണിച്ചോളണേ, തെറ്റിപ്പോകരുത്. എഴുതി പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതി ഗുണിക്കുക. ആദ്യം 10ൽ താഴെ ഒരു സംഖ്യ വിചാരിച്ചു, അതിനോട് 1 കൂട്ടി, അതിനെ 3 കൊണ്ട് ഗുണിച്ചു. അതാ വീണ്ടും ആ സംഖ്യയെ 3 കൊണ്ട് ഒന്നുകൂടെ ഗുണിക്കുക. കിട്ടിയോ? ഇപ്പം നിങ്ങൾക്കൊരു സംഖ്യ കിട്ടിയിട്ടുണ്ടാകും. ഇനി ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. 2 അക്കങ്ങളാണെങ്കിൽ ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 15 എന്ന സംഖ്യയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. 1 + 5, 1നോട് 5 കൂട്ടുക. 25 ആണെങ്കിൽ 2 + 5, അതിൻ്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. കൂട്ടിയോ? നിങ്ങൾ കിട്ടിയ സംഖ്യ എത്രയാണെന്ന് ഞാൻ പറയട്ടെ. 9 അല്ലേ? ആണോ? 9 എന്ന സംഖ്യയാണോ നിങ്ങൾ കിട്ടിയത്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ 9കളെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. അഥവാ 9 എന്ന ഈ സംഖ്യയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ 9കൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണനപ്പട്ടികയൊക്കെ പഠിക്കുമ്പോൾ 9ൻ്റെ ഗുണനപ്പട്ടിക എളുപ്പത്തിൽ പഠിക്കാം എന്നൊക്കെ ചിലപ്പോൾ അന്നത്തെ ക്ലാസ് ടീച്ചറൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകും. നോക്കാം. എന്തായാലും ഈ 9കൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് 9കളുടെ പ്രത്യേകത? ഇപ്പോൾ 2 9കൾ എടുക്കുക എന്ന് വിചാരിക്കുക. 2 9കൾ. 2 9കൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? അല്ലെങ്കിൽ 2 9കൾ കൊണ്ടുണ്ടാക്കാവുന്ന സംഖ്യ ഏതായിരിക്കും? ഒരേ ഒരു സംഖ്യ 2 9 കൊണ്ടുണ്ടാക്കാൻ കഴിയുള്ളൂ, അത് 99 അല്ലേ? നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം 99. ഓക്കെ, വേറെ 3 9കൾ എടുക്കുന്നു. 3 9കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു സംഖ്യ 999. ഓക്കെ, 4 9കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സംഖ്യ 9999. ശരിയാണോ? നോക്കൂ, 99, 999, 9999. 2 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 99. ശരിയാണോ?
3 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 999. ശരിയാണോ? 4 ഒൻപതുകൾ കൊണ്ട് അല്ലെങ്കിൽ 4 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 9999. ശരിയാണോ? അല്ലേ? അങ്ങനെയാണ് 5 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 99,999. അങ്ങനെയാണ് 6 അക്കം 7 അക്കം ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മതി അല്ലേ? ഇനി 99നോട് 99നോട് 1 കൂട്ടിയാൽ എത്രയായിരിക്കും? 100. റൈറ്റ്? എഴുതി വേണേൽ കൂട്ടി നോക്കിക്കോളൂ. 9നോട് 1 കൂട്ടിയാൽ 10, ബാലൻസ് 1, 9 + 1 10, ഇറ്റ്സ് 100. റൈറ്റ്? 999നോട് 1 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? ഇറ്റ്സ് 1000. റൈറ്റ്? 9999നോട് 1 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 10,000. അപ്പോൾ 99നോട് 1 ആഡ് ചെയ്താൽ 100 കിട്ടി. 100ൽ എത്ര അക്കങ്ങളുണ്ട്? 3 അക്കങ്ങളുണ്ട് അല്ലേ? 999നോട് 1 ആഡ് ചെയ്താൽ 1000 കിട്ടി. 1000ൽ എത്ര അക്കങ്ങളുണ്ട്? 4 അക്കങ്ങളുണ്ട്. ശരിയാണോ? അപ്പോൾ 9 കൊണ്ട് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാം. നമുക്ക് 2 ഒൻപതുകൾ കൊണ്ട് 2 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാം. അതിനോട് 1 കൂട്ടിയാൽ കിട്ടുന്നത് 3 അക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും. അല്ലെങ്കിൽ ഒരു 3 അക്കം ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും 99നോട് 1 കൂട്ടിയാൽ. ശരിയല്ലേ? 3 അക്കങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ 100 അല്ലേ? 3 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്നത്. 3 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 999 അഥവാ 999. ഇനി നമുക്ക് 999 നോക്കാം. 999 ഒരു 3 അക്ക സംഖ്യയാണ് അല്ലേ? 3 അക്ക സംഖ്യകൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 999. അതിനോട് 1 ആഡ് ചെയ്താൽ എത്രയാകും? 1000. 1000 എന്ന് പറഞ്ഞാൽ 4 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1000. 9999 4 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് അല്ലേ? 9999 1 ആഡ് ചെയ്താൽ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 10,000. അതായത് 5 അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 10,000. ശരിയല്ലേ? അപ്പോൾ 9കൾ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാം. അതിനോട് 1 കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനങ്ങളുടെ വില 1 കൂടുതലായിരിക്കും. അതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ടേബിളിൽ നിങ്ങൾക്കത് ഇവിടെ കാണാം. ഓക്കെ? ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? എങ്കിൽ നമുക്കിനി വീണ്ടും നമ്മുടെ പ്ലേസ് വാല്യൂയിലേക്ക് അഥവാ സ്ഥാനവിലകളിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഥാനവിലകളിലാണ് നിർത്തിയത്. പഠിച്ചതും നിങ്ങളെല്ലാവരും നോട്ട് ബുക്ക് എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേരൊക്കെ എഴുതി കാണിച്ചിരുന്നു, കിട്ടിയിരുന്നു, അത് ശരിയായിരുന്നു എല്ലാവരും തന്നിരിക്കുന്നത്. അതുകൊണ്ട് വർക്ക്ഷീറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും ആ സ്ഥാനവിലകളിലേക്കൊന്ന് പോയി നോക്കാം, കുറച്ചുകൂടെ കണക്കുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സംഖ്യ 100 എന്ന ഒരു സംഖ്യ, അഥവാ നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ട്. അതിന് ഞാൻ ചോദിച്ചിട്ട് പ്ലേസ് വാല്യൂകൾ ഏതൊക്കെയായിരുന്നു? 1s, 10s, 100s, 1000s, 10,000s, lakh, 10 lakh, then crore, 10 crore, then it's 100 crore. 10 crore വരെ നമുക്ക് അവിടെ നിൽക്കട്ടെ. അഥവാ 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. അപ്പോൾ സാധനം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പം നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞത് 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 100 രൂപയും 1 രൂപയുടെ കോയിൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 100 രൂപയും 1 രൂപയുടെ കോയിൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടാവും? എത്ര കോയിൻസ് ഉണ്ടാവും? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? എത്ര കോയിൻസ് ഉണ്ടാവും? 1 രൂപയുടെ 100 കോയിൻസ് ചേർന്നാൽ അത് 100 രൂപയാകും. എല്ലാവർക്കും അറിയാം. ഓക്കെ, സമ്മതിച്ചു. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്, അവയെല്ലാം 10 രൂപ നോട്ടുകളാണ്. എങ്കിൽ എത്ര 10 രൂപ നോട്ടുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകും?
എത്ര ഉണ്ടാവും? ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഒരു 10 ചേർന്നാൽ 10ആയി, 2 10 ചേർന്നാൽ 20ആയി, 3 10 ചേർന്നാൽ 30, 4 ചേരുമ്പോൾ 40, 50, 60, 70, 80, 90, 100. അപ്പോൾ 100 രൂപയിൽ എത്ര പത്തുകളുണ്ടാവും? 10 പത്തുകളുണ്ടാവും. ശരിയല്ലേ? സംശയമൊന്നുമില്ല. എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഇച്ചിരൂടെ സംഖ്യ കൂട്ടി നോക്കാം. നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എത്ര 1 രൂപ കോയിൻസ് ഉണ്ടാവും? അത് ഈ 1000 രൂപയെ നിങ്ങൾ 1 രൂപ കോയിൻസ് ആക്കി മാറ്റുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 1000 എണ്ണം ഉണ്ടാവും. സംശയമില്ല. ഓക്കെ, എങ്കിൽ 1000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയുടെ നോട്ടുകളാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെന്ന് വിചാരിക്കുക. 100 രൂപയുടെ നോട്ടുകളാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എങ്കിൽ എത്ര 100 രൂപകൾ ഉണ്ടാകും? എത്ര 100 രൂപകൾ ഉണ്ടാവും? 1 100, 2 100 200ആയി, 3 100 300ആയി, 4 100 400ആയി, 5 100 500ആയി. അങ്ങനെയാണെങ്കിൽ 1000 എത്ര 100കൾ ഉണ്ടാവും? 10 100കൾ ഉണ്ടാവും. ശരിയാണ്. ഓക്കെ, ഗുഡ്. കുറേ പേർക്ക് ഉത്തരം കിട്ടി. കുറേ പേര് കിട്ടാത്തവരുണ്ടോ? എങ്കിൽ അതിനനുസരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സും ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നിങ്ങൾക്കും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 1000 രൂപയിൽ 100 രൂപയുടെ 10 നോട്ടുകളുണ്ട്. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, 1000 രൂപയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1000 രൂപ മുഴുവൻ 10 രൂപയുടെ നോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര 10 രൂപയുടെ നോട്ടുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകും? എത്ര എണ്ണം ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും എളുപ്പത്തിൽ? എളുപ്പമാണോ? 1000-ൽ എത്ര 10 രൂപ നോട്ടുകൾ ഉണ്ടാകും? നിങ്ങൾ ഗുണനമൊക്കെ പഠിച്ചവരാണ്, 0 കൊണ്ടുള്ള ഗുണനമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1000-ൽ എത്ര 10കളുണ്ട്? അപ്പോൾ നമ്മൾ 100-ൽ എത്ര 10 ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? 100-ൽ എത്ര 10കളുണ്ട്? 10 10കളുണ്ട്. അങ്ങനെയാണെങ്കിൽ 200-ൽ എത്ര 10കളുണ്ടാകും? 10 10 20. അങ്ങനെയാണെങ്കിൽ 300-ൽ എത്ര 10കളുണ്ടാവും? 30 10കളുണ്ടാവും. 400-ൽ 40, 500-ൽ 50, 600-ൽ 60, 700-ൽ 70, 800-ൽ 80, 900-ൽ 90, 1000-ൽ 100 10കൾ. ശരിയാണോ? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ടേബിളിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇത് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1000-ൽ എത്ര 10കളുണ്ട് എന്ന് ചോദിച്ചാൽ 1000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്, അഥവാ ഹരിച്ചു നോക്കുക എന്നൊക്കെ പറയും. 4-ൽ നിങ്ങൾ എൻ്റെ ബേസിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പം അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ശരി, സമ്മതിച്ചു. അതിൽ 5-ൽ നമുക്ക് ഹരണവും ഡിവിഷനും ഒക്കെ കൂടുതലായിട്ട് പഠിക്കാം. അതവിടെ നിൽക്കട്ടെ. ഡിവിഷനും ഹരണവും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കല്ലാതെ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നോക്കാം. ഇതൊരു എളുപ്പമാർഗ്ഗമാണേ. എളുപ്പത്തിൽ നമുക്കെങ്ങനെ 1000-ൽ എത്ര 10കളുണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഇതിന് നമ്മൾ സഹായിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട്? എത്ര പൂജ്യങ്ങളുണ്ട്? 5 പൂജ്യങ്ങൾ. ഓർമ്മയുണ്ടോ പഠിച്ചു വെക്കാൻ പറഞ്ഞത്? 10-ൽ എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. 100-ൽ 2 പൂജ്യം. 1000-ൽ 3 പൂജ്യം അല്ലേ? 10,000-ലോ 4, ലക്ഷത്തിൽ 5, 10 ലക്ഷത്തിൽ 6 പൂജ്യം അല്ലേ? 1 കോടി എന്ന് പറയുന്നത് 7 പൂജ്യങ്ങൾ ചേരുന്നതാണ്, അഥവാ 8 അക്കങ്ങളുള്ളതാണ് 1 കോടി. അതിൽ 7 പൂജ്യങ്ങളുണ്ടാകും. ലക്ഷത്തിൽ 5 പൂജ്യങ്ങളുണ്ടാകും, അതായത് 6 അക്ക സംഖ്യയാണ് ലക്ഷം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഈ പൂജ്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്. ഈ പൂജ്യങ്ങൾ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, ഒരുപാട് കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്, എളുപ്പ വഴികളിൽ ഒരുപാട് കണക്കുകൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട 1000-ൽ എത്ര 10കളുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 1000 നമ്മളിവിടെ എഴുതുന്നു, അതിൻ്റെ താഴെ നമ്മൾ 10 എഴുതുന്നു. 1000 എഴുതി, 10 എഴുതി. 10-ൽ 1 പൂജ്യം, 1000-ൽ 3 പൂജ്യങ്ങൾ. അപ്പം 10-ൻ്റെ ഒരു പൂജ്യം നമ്മളങ്ങ് വെട്ടിക്കളയും. അതേ സ്ഥാനത്ത് 1000-ൻ്റെയും 1 പൂജ്യം വെട്ടിക്കളയുക. ഇപ്പോൾ 1000 എന്ന സംഖ്യയിൽ എത്ര ബാക്കിയുണ്ട്? 100 ബാക്കിയുള്ളൂ. ശരിയാണോ? ഇതാണ് 1000-ലുള്ള 10കളുടെ എണ്ണം. 1000-ൽ എത്ര 10കളുണ്ട്? 100 10കൾ. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നല്ലോ 100 10കൾ എന്നുള്ളത് അല്ലേ? ഒരു കണക്കൂടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും.
അപ്പോൾ 10,000-ൽ എത്ര പത്തുകളുണ്ട്? 10,000-ൽ എത്ര പത്തുകൾ ഉണ്ട്? നമുക്ക് 100-ൽ 10 10, 200-ൽ 20 10, 300-ൽ 30 10 ഇങ്ങനെ കൂട്ടി 10,000 എത്തുമ്പോഴത്തേക്കും നമുക്ക് സമയം ഒരുപാട് പോകും അല്ലേ? അല്ലെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക 10,000 ഡിവൈഡഡ് ബൈ 10 ആണ്. കാരണം നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഡിവിഷൻ അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു എളുപ്പ വഴിയാണ് 10,000-ൽ എത്ര പത്തുകളുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 10,000 അവിടെ എഴുതുന്നു, 10 താഴെ എഴുതുന്നു. 10-ൽ എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യം. ആ പൂജ്യം 10,000-ൽ നിന്ന് വെട്ടിക്കളയാം. ഇപ്പോൾ എത്രയുണ്ട് ബാക്കി? 1000. 10,000 എത്രയായിട്ട് മാറി? 1000 ആയി മാറി. അപ്പോൾ 10,000-ൽ എത്ര പത്തുകളുണ്ട്? 1000 ടെൻസ് ഉണ്ട്, അഥവാ 1000 പത്തുകൾ ഉണ്ട്. വേറെ കണക്കെന്ന് നോക്കാം. 10,000-ൽ എത്ര നൂറുകളുണ്ട്? ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുണ്ട്, അതിന് മുഴുവൻ 100 രൂപ നോട്ടുകളാണ് കയ്യിലിരിക്കുന്നത്. എങ്കിൽ 10,000-ൽ എത്ര 100 രൂപ നോട്ടുകളുണ്ടാവും? എന്ത് ചെയ്യണം? 10,000 എഴുതുന്നു, 100 എഴുതുന്നു. 100-ന് എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. ആ 2 പൂജ്യം 10,000-ൽ നിന്ന് വെട്ടിക്കളയുന്നു. 10,000-ൽ എത്ര ബാക്കിയുണ്ട്? 100. അപ്പോൾ 10,000-ൽ എത്ര നൂറുകളുണ്ടാവും? എത്ര ഹൺഡ്രഡുകളുണ്ടാവും? 100 ഹൺഡ്രഡ്സ് ഉണ്ടാകും. ഓക്കെ. അങ്ങനെ 1,00,000-ൽ എത്ര ആയിരങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചാലോ? 1,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. 1000 രൂപ നോട്ടുകളാണ്. ഇപ്പോൾ 1000 രൂപയില്ല, പണ്ട് 1000 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു. ആ 1000 രൂപ നോട്ടുകൾ നിങ്ങൾ അന്ന് വിചാരിക്കുക. അപ്പോൾ 1,00,000-ൽ എത്ര ആയിരങ്ങളുണ്ട്? എത്ര തൗസൻഡ്സ് ഉണ്ട്? 1 lakh. നമ്മളവിടെ എഴുതുന്നു തൗസൻഡ്സ്, അതിന് താഴെ എഴുതുന്നു. 1000-ൽ എത്ര സീറോസ് ഉണ്ട്? 3 zeros ആണ്. അത് നമ്മൾ 1 lakh-ൽ നിന്ന് വിട്ടു. 1 lakh-ൽ എത്ര സീറോസ് ഉണ്ട്? 5. അപ്പോൾ 3 പൂജ്യം കട്ട് ചെയ്ത് കളഞ്ഞു. എത്ര ബാക്കിയുണ്ട്? 100 അല്ലേ? അപ്പോൾ 1 lakh-ൽ എത്ര 1000 ഉണ്ട്? 100,000. ഇങ്ങനെ നിങ്ങൾക്ക് 10,000-ൻ്റെയും 10 lakh-ൻ്റെയും ഒക്കെ കണ്ടുപിടിക്കാം. 10 lakh. 10 lakh-ൽ എത്ര 10,000 ഉണ്ട്? 10 lakh-ൽ എത്ര 10,000 ഉണ്ട്? ഇപ്പോൾ 10 lakh നമ്മൾ എഴുതി. 10 lakh-ൽ എത്ര സീറോസ് ഉണ്ടാവും? 6 പൂജ്യങ്ങളുണ്ടാവും അല്ലേ? അതിലെത്ര 10,000? 10,000 എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. ആ 4 പൂജ്യം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ആ 6 പൂജ്യത്തിൽ 4 പൂജ്യം കഴിഞ്ഞാൽ ഇനി ബാക്കി എത്രയുണ്ട്? 100 ഉള്ളൂ. അപ്പോൾ 10 lakh-ൽ എത്ര 10,000 ഉണ്ട്? 100 10,000 ഉണ്ട്. എളുപ്പമാണോ ഈ ഒരു രീതി? ഈ രീതി വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അങ്ങനെയാണ് സംഖ്യ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ. അപ്പോൾ സംഖ്യകൾ മാറ്റുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു പദസൂര്യൻ ഇപ്പോൾ ഇവിടെ തരാം. ഈ പദസൂര്യൻ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പം വർക്കായിട്ട് നോട്ട് ബുക്കിലേക്ക് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യും. ഓക്കെ. നടുക്കൊരു സംഖ്യ എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾ എത്ര വൺസ് ഉണ്ടെന്ന് എഴുതണം, എത്ര ടെൻസ് ഉണ്ടെന്ന് എഴുതണം, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് എഴുതണം, എത്ര തൗസൻഡ്സ് ഉണ്ടെന്ന് എഴുതണം, എത്ര 10,000 ഉണ്ടെന്ന് എഴുതണം, എത്ര ലാക്ക് ഉണ്ടെന്ന് എഴുതണം. സാധിക്കുമോ? ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. 1 lakh. ഓക്കെ. 1 lakh-ൽ എത്ര വൺസ് ഉണ്ട്? എത്ര വൺസ് ഉണ്ടാവും? 1 lakh വൺസ് ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. 1 lakh-ൽ എത്ര ടെൻസ് ഉണ്ടാവും? ഒരു പൂജ്യം വെട്ടിയാൽ മതി ടെൻസിൻ്റെ. അപ്പോൾ എത്ര കിട്ടി? 10,000 ടെൻസ് ഉണ്ടാകും. ഓക്കെ. 1 lakh-ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും? അപ്പോൾ 100-ൻ്റെ 2 പൂജ്യം അവിടെ വെട്ടി. എത്ര കിട്ടി? 1000 ഹൺഡ്രഡ്സ് ഉണ്ടാകും. ശരിയല്ലേ? എത്ര 10,000 ഉണ്ടാകും? 1 lakh-ൽ 5 പൂജ്യം കാണുള്ളത്, 4 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. 10,000 ഉണ്ടാവും. എത്ര ലാക്സ് ഉണ്ടാകും? 1 lakh-ൽ 1,00,000-ൽ എത്ര ലക്ഷങ്ങളുണ്ടാവും? എത്ര ലക്ഷങ്ങളുണ്ടാവും? വേണേൽ 5 പൂജ്യം വെട്ടിയാൽ മതി. പിന്നെ എത്രയേ ബാക്കിയുള്ളൂ? 1 ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ 1,00,000-ൽ എത്ര ലക്ഷം ഉണ്ടാവും? 1,00,000 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള സംഖ്യ അങ്ങനെ നിങ്ങൾക്ക് എഴുതത്തില്ലേ? എളുപ്പമാണോ? ആ ചോദ്യം നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് ആ ചോദ്യം ഉണ്ടാവും.